ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി തയ്യാറാക്കിയാലോ. നമുക്ക് ഈ ചൂടിനും നമുക്ക് നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നമുക്ക് തയ്യാറാക്കിയാലോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ഞാൻ ആവശ്യമായിട്ട് എടുത്തിരിക്കുന്ന 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. അതിന് നമ്മളതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതും കൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നല്ല രീതിയിൽ തീ കുറച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് അടിയിൽ പിടിക്കും. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസോ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് 1 കപ്പ് നമുക്ക് ചൗവരിസി ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ജ്യൂസിൻ്റെ മിക്സ് നല്ല ആറിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് പഴുത്ത മാങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മാതള നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഹോറ്റി വെച്ച് ഇരുന്ന ചവ്വരിസി ഉണ്ടല്ലോ, അതും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു നേന്ത്രപ്പഴവും കൂടെ ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് പൈനാപ്പിളൊക്കെ ഒഴിച്ചിട്ട് ബാക്കി ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ നട്ട്സ് എല്ലാം നമുക്ക് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ നട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേറൊരു ജ്യൂസിൻ്റെ നമുക്ക് ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ചൗവരിയും ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു ജ്യൂസാണ്. നമ്മളെ വയറും മനസ്സൊക്കെ നിറയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതെല്ലാവരും ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.